ഇതാണ് 6 സ്പീഡ് IMT ഗിയർ ബോക്സ് വരുന്നത്. നമുക്ക് പെഡൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ക്ലച്ച് കൊടുത്തിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, വീൽസ് ആൻഡ് വാഗണിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫി പാഞ്ഞാൾ. ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു മൂവ് നടത്തിയിരിക്കുകയാണ് ഹ്യുണ്ടായി. നമ്മൾ നോക്കാൻ പോകുന്ന IMT ഗിയർ ബോക്സിനെ കുറിച്ചുള്ള നമ്മളുടെ എല്ലാ ചോദ്യങ്ങളും സംശയങ്ങളുമാണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ വെന്യൂയുടെ ടർബോ വേരിയൻറ്റിലാണ് നമുക്ക് IMT ഗിയർ ബോക്സ് വന്നിരിക്കുന്നത്. വെന്യൂൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാൻ മുകളിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലും നമുക്ക് വണ്ടിയെക്കുറിച്ചൊന്ന് ഞാനൊന്ന് ചുറ്റി കാണിക്കാം, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. എക്സ്റ്റീരിയറിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ പറയാനില്ല. ആകെ വന്നിരിക്കുന്നത് ഒരു IMTയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് SX വേരിയൻ്റാണ്. ആകെ ടോട്ടൽ 4 വേരിയൻറ്റിലാണ് നമുക്ക് IMT ഗിയർ ബോക്സ് ലഭിക്കുന്നത്. SX സ്പോർട്ട്, അതുപോലെ XX ഓപ്ഷണൽ സ്പോർട്ട് എന്നിങ്ങനെ 4 വേരിയൻറ്റുകളാണുള്ളത്. ഇവിടെ ഒരു ടർബോയുടെ ബാഡ്ജിങ് കാണാം, SXൻ്റെ ബാഡ്ജിങ്. ഇത് നിങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എൻജിൻ സ്പെസിഫിക്കേഷൻസ്, അതുപോലെ മൈലേജ്, ഇൻറ്റീരിയറിലുള്ള സ്പേസ് തുടങ്ങിയ നിരവധി ഇൻഫർമേഷൻസ് ആയിട്ടുള്ള ഡീറ്റെയിൽ റിവ്യൂ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ താരമായ IMT ഗിയർ ബോക്സിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതാണ് 6 സ്പീഡ് IMT ഗിയർ ബോക്സ് വരുന്നത്. നമുക്ക് പെഡൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ക്ലച്ച് കൊടുത്തിട്ടില്ല, ഒരു ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ IMT ഗിയർ ബോക്സ് എന്താണെന്ന് സിമ്പിളായിട്ടൊന്ന് പറയാം. ക്ലച്ച് ഓട്ടോമാറ്റിക്കായിട്ടും ഗിയർ മാനുവലായിട്ട് മാറുന്ന ഒരു ടെക്നോളജിയാണ് IMT ഗിയർ ബോക്സ്. ഒരു ആക്ച്വേറ്റർ ഉപയോഗിച്ച് ക്ലച്ചിനെ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യും. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗിയർ ഷിഫ്റ്റുകൾ നടത്താൻ കഴിയും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത്, ഏതെങ്കിലും ഒരു ഗിയറിലാണ് വാഹനം കിടക്കുന്നതെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നോക്കാം. അങ്ങനെ ഒരിക്കലും വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഗിയർ ന്യൂട്രലാക്കിയതിന് ശേഷം ബ്രേക്കിൽ കാല് വെച്ചാൽ മാത്രമാണ് വാഹനം സ്റ്റാർട്ടാവുന്നത്. തുടർന്ന് ഫസ്റ്റിലേക്ക് ഇടുക, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താൽ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നതിനനുസരിച്ച് പതുക്കെ വാഹനം മൂവായി തുടങ്ങും. പിന്നെ നമുക്ക് ആക്സിലറേഷൻ അനുസരിച്ച് വാഹനം ഓടിക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഗിയർ മാറ്റാം. ഗിയർ ലിവറിലൊരു സെൻസർ വഴിയാണ് ക്ലച്ച് എൻഗേജ്ഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു സംശയമാണ്, നമുക്ക് ഗിയർ ലിവറിൽ കൈവച്ചുകൊണ്ട് ഓടിച്ചു പോകാൻ കഴിയുമോ എന്നുള്ളത്. തീർച്ചയായും നമുക്ക് കഴിയുന്നുണ്ട്. സുഖമായിട്ട് ഗിയർ ലെവലിൽ കൈവച്ച് ഓടിക്കാൻ കഴിയും. അതെന്തായാലും ഒരു ദുശ്ശീലമാണ്, പക്ഷെ നമ്മൾ എല്ലാവരും സ്ഥിരമായി ചെയ്യുന്നതുകൊണ്ട് മാറ്റാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വാഹനത്തിന് നല്ലതല്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഷിഫ്റ്റുകളാണ്. നമുക്ക് മാനുവലായി ചെയ്യുന്നതിനേക്കാളും സ്മൂത്താണ് ഷിഫ്റ്റുകൾ. കാരണം പലരും ക്ലച്ചിന്നൊക്കെ ഇങ്ങനെ കാലെടുക്കുമ്പോൾ ഒരു ബാക്കിലേക്ക് തെറിക്കുന്നൊരു ഫീലൊക്കെ വരും. ഇതും ഓട്ടോമാറ്റിക്കായിട്ട് ക്ലച്ച് അപ്ലൈ ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവും ഷിഫ്റ്റുകളുമാണ് വരുന്നത്. അതുപോലെ നമുക്ക് ത്രോട്ടിൽ കൊടുത്തുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ അപ്പോൾ നമുക്ക് ഗിയർ ലിവർ ചെറിയൊരു ടൈറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അവർ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. എപ്പോഴും നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആക്സിലേറ്ററിൽ നിന്നും കാലെടുത്തുകൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും ഒരു പ്രത്യേകത എന്നുള്ളത്, വാഹനം എൻജിൻ നോക്ക് ചെയ്ത് ഓഫ് ആവില്ല എന്നുള്ളതാണ്. നമ്മൾ ഗിയർ ഡൗൺ ചെയ്യാൻ മറന്നാലോ അതല്ലെങ്കിൽ ഇനി ഓടിക്കാൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ പോലും വാഹനം ഒരിക്കലും ഓഫ് ആവില്ല. അപ്പോൾ നമ്മളൊരു 3rd ഗിയറിലാണ് പോകുന്നത്. നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നോക്കാം. വാഹനം പൂർണ്ണമായി നിന്നു, പക്ഷേ എൻജിൻ ഓഫായിട്ടില്ല. ഇനി നമ്മൾ ഫസ്റ്റിലിട്ട് വാഹനം എടുത്തുകൊണ്ട് പോയാൽ മതി. ഇനി നമ്മൾ സിഗ്നലിലൊക്കെ വന്ന് നിർത്തുമ്പോൾ 4th-ലോ 5th-ലോ അല്ലെങ്കിൽ ടോപ്പ് ഗിയറിലൊക്കെ ഉള്ള അവസ്ഥയിൽ നമുക്ക് വാഹനം സുഖമായിട്ട് നിർത്താൻ കഴിയും. പക്ഷേ ഗിയർ ഡൗൺ ചെയ്യാൻ മറന്നാൽ ആക്സിലേറ്റർ കൊടുത്താൽ എടുത്തു പോകാൻ കഴിയുമോ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാൻ ആക്സിലേറ്റ് ചെയ്യുന്നുണ്ട്, വാഹനം ടോപ്പ് ഗിയറിലാണുള്ളത്, ഒന്നും സംഭവിക്കുന്നില്ല. നമുക്ക് മീറ്ററിലൊരു ഇൻഡിക്കേഷൻ ലഭിക്കും ഗിയർ ഫസ്റ്റ് ഗിയറിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടാൽ വാഹനം മൂവ് ചെയ്ത് തുടങ്ങും. ഈ സിസ്റ്റവുമായി നമുക്കൊന്ന് പൊരുത്തപ്പെടാൻ അധികം സമയമൊന്നും വേണ്ട. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് യൂസ്ഡ് ആവുന്നുണ്ട്. നമ്മുടെ ലെഫ്റ്റ് ലെഗ് ഒന്ന് ഫ്രീ ആയി വെക്കുക എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്യുന്നതിൽ വേറെ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. സുഖമായി ഗിയർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഓടിക്കാൻ കഴിയും. ഇനി നമ്മൾ ഗിയർ ഡൗൺ ചെയ്യാൻ മറന്നാൽ തന്നെ ഒരു മീറ്ററിൽ നിന്ന് ഒരു ഇൻഡിക്കേഷൻ വരും, പ്രോപ്പറായിട്ട് ഏത് ഗിയറിലേക്കാണ് വാഹനം വരേണ്ടത് എന്ന് നമുക്ക് MIDയിൽ കാണാൻ സാധിക്കും. അതനുസരിച്ച് ഗിയർ ഡൗൺ ചെയ്തോ അപ്പ് ചെയ്തോ ഒക്കെ നമുക്ക് സുഖമായി ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. എനിക്കെന്തായാലും പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. നമുക്കൊരു വാഹനപ്രേമികളെ ഹരം കൊള്ളിക്കുന്ന രീതിയിലുള്ളൊരു ടെക്നോളജി തന്നെയാണ് ഹ്യുണ്ടായി നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ സുഖമായിട്ട് മനോഹരമായിട്ട് ആസ്വദിച്ച് നമുക്ക് വാഹനത്തെ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും.
മാനുവൽ ട്രാൻസ്മിഷനിൽ നിന്നും ഏകദേശം 20,000 രൂപയാണ് ഇതിന് IMT-യിലേക്ക് വരുമ്പോൾ വില കൂടുതലുള്ളത്. അതുപോലെ തന്നെ DCT-യിലേക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ മാനുവൽ ട്രാൻസ്മിഷൻ എടുക്കുന്നവർക്ക് എന്തായാലും ഒരു നല്ല ചോയ്സാണ്. 20,000 രൂപ അത്ര വലിയൊരു എമൗണ്ട് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിലുള്ള ഒരു വാഹനം നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും വെന്യൂവിൻ്റെ ഒരു IMT ഗിയർ ബോക്സ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. തീർച്ചയായും ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്കിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു മാനുവൽ ഗിയർ ബോക്സിൽ നിന്നും ഏകദേശം 20,000 രൂപയാണ് ഇതിന് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതിനൊരു മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാലും ഏകദേശം അത്രത്തോളം തന്നെ ആയിരിക്കും. നമുക്കൊരു 20,000 രൂപ അധികം വാങ്ങുന്നൊരു ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ ഏകദേശം അതിൻ്റെ മെയിൻ്റനൻസ് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ വലിയ മെയിൻ്റനൻസ് വരും. നമുക്കൊരു DCT-യുടെ ഒന്നും മെയിൻ്റനൻസ് എന്തായാലും വരില്ല എന്ന് തന്നെ കണക്കൂട്ടാം. അപ്പോൾ IMT ഗിയർ ബോക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരു ഉത്തരമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ബൈ. അയ്യോ, സീറ്റ് വെച്ചിട്ടില്ല.